شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ സൂറത്തുൽ മുദ്ദസിർ ആണ്. 4 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. 5-ാമത്തെ ആയത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറുജ്സ ഫഹ്ജുർ. വിഗ്രഹാരാധനയെ, നബിയെ അങ്ങ് വെടിഞ്ഞുകൊണ്ട് തന്നെ നിലകൊള്ളുകയും ചെയ്യുക. ഇതാണ് അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം എന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് ഒരുപാട് ആന്തരികമായ അർത്ഥങ്ങൾ ഉണ്ട് എന്നും നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. തിന്മയെ വെടിയുക തുടങ്ങി നിരവധി ആന്തരികമായ അർത്ഥങ്ങൾ, അതല്ലെങ്കിൽ പ്രത്യക്ഷമല്ലാത്ത അർത്ഥങ്ങൾ. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായി ബഹുമാന്യരായ പണ്ഡിതന്മാർ പറഞ്ഞ കുറച്ചുകൂടെ സംഗതികൾ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ ആയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ അള്ളാഹു അല്ലാത്ത സംഗതികളിന്മേൽ നമ്മൾ നമ്പാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ആശ്രയിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്കിപ്പോൾ എന്താ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, എൻ്റെ ശമ്പളമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കളുണ്ട്, അങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പല ആളുകളുടെയും അനുഭവത്തിൽ തന്നെ അങ്ങനെ പറഞ്ഞ് കുടുങ്ങിയ ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതിൻ്റെ തിക്തഫലം അനുഭവിച്ച ആളുകളുണ്ടാവും. നാപ്പിഴ മൂലമോ മറ്റോ ഒക്കെ പലപ്പോഴും അങ്ങനെ പറഞ്ഞു വരും, പൈസ ഉണ്ടായാൽ മതിയല്ലോ, എല്ലാം അതുകൊണ്ട് തീരുമല്ലോ. നമ്മൾ തന്നെ ചിലപ്പോൾ സാധാരണഗതിയിൽ പറയലുണ്ട്, പൈസ ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പം എന്താ, നമ്മൾ പറയാറില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, പൈസക്കാരല്ലേ, ഓർക്കിപ്പോൾ എന്താ, പൈസ ഉണ്ടെങ്കിൽ ഇപ്പം എന്താ, പണത്തിനും മീതെ പരുന്തും പറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മൾ എന്താ പറയുക, അത് അതിശയോക്തി കലർന്ന് അങ്ങനെ പറയാറുണ്ട്. പക്ഷേ പണം ഉണ്ടായ ഒക്കെ ആയോ? ഇല്ലല്ലോ. അങ്ങനെ എത്ര ആളുകളുണ്ട്, എനിക്ക് പണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ ഉള്ള പൈസ കൊണ്ടൊന്നും ഒരു വസ്തുവിനും ആ പൈസ ഉപകരിക്കാതെ എന്താ പറയുക അങ്ങനെ നിൽക്കുന്ന എത്രയോ ആളുകളെ അറിയാം, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അറിയാം. എന്നിട്ട് ആ പ്രശ്നം വരുമ്പോൾ അപ്പോഴാലേക്കും, റബ്ബേ ഞാൻ നേരത്തെ എന്താ പറഞ്ഞിരുന്നത്, ഇപ്പം എനിക്ക് ഒരുപാട് കാശുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഈ സംഗതി പരിഹരിക്കപ്പെടുന്നുണ്ടോ? ആ പൈസ കൊണ്ട് എനിക്കിപ്പോൾ മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ ആ പൈസ കൊണ്ട് എൻ്റെ എന്നെ അസുഖം പരിഹരിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അത് വെറുതെയാണ്. എനിക്കെൻ്റെ മക്കളുണ്ടല്ലോ, എൻ്റെ ഭാര്യയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശ്വസിക്കും. വലുപ്പത്തിൽ എന്നെ നോക്കാൻ മക്കളുണ്ടല്ലോ, ഭാര്യയുണ്ടല്ലോ. എന്നിട്ട് വലുപ്പത്തിലായാലോ അല്ലെങ്കിൽ പ്രായം ആകുന്ന സമയത്തോ ഒരൊറ്റ മകൻ തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല, ഭാര്യയും തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ എത്ര കേസുകളുണ്ട്. നമ്മൾ അല്ലാഹു തആല കാക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു തആല 2 ലോകത്തും ജയിച്ചവരിൽ, അല്ലെങ്കിൽ 2 ലോകത്തും ഉപകാരപ്പെടുന്നവരിൽ പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്രയോ ഉണ്ട്. നമ്മൾ മക്കൾ നമുക്കുണ്ടാകുക എന്നതിൻ്റെ ലക്ഷ്യം ആഖിറമായിരിക്കണമെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്, ദുന്യാവാവരുത്. നമ്മൾ പല ആളുകളും അങ്ങനെയാണ്, പഠിച്ചോനെ എനിക്കൊരു ആൺകുട്ടിനെ തരണേ, എന്തിനാ, വലുതാവുമ്പോഴേ, വയസ്സാവുമ്പോഴേ, അസുഖമാവുമ്പോഴേ, രോഗം പിടിച്ച് കിടക്കുമ്പോഴേ എനിക്കൊന്ന് മരുന്നെടുത്ത് തരാനും എന്നൊന്ന് പരിചരിക്കാനും ഒക്കെ എനിക്കൊരു തുണയായിട്ടൊരു ആൺകുട്ടി ഉണ്ടായി തരണമേ റബ്ബേ. നമ്മളങ്ങനെ ദ്വാർക്കുക. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവിനെ നമുക്ക് കാര്യമായിട്ട് അവിടെ ഒരു വിശ്വാസമല്ല, പഠിച്ചോനെ നമുക്ക് ആശ്രയിക്കാൻ വയ്യ. അപ്പോഴും എനിക്ക് വയസ്സാകുമ്പോഴും എന്നെ ചെറുപ്പത്തിൽ നോക്കിയ റബ്ബ് അവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് ഓർമ്മയില്ല, നമ്മളത് ആലോചിക്കണില്ല. ഉമ്മാൻ്റെ വയറ്റിൽ പുറത്തുള്ള ഒരാളുടെയും ഇടപെടലില്ലാതെ നമ്മളെ കൃത്യമായ അവയവങ്ങളൊക്കെ തന്ന് വളർത്തി വലുതാക്കി പുറത്ത് കൊണ്ടെത്തിച്ച് പിന്നെയും നമ്മളെ വളർത്തി പരിപാലിക്കുന്ന, മരണം വരെ നമ്മളെ വളർത്തി പരിപാലിക്കാൻ തയ്യാറാവുന്ന, മരണത്തിന് ശേഷവും നമുക്കർഹമായ ശിക്ഷയോ പ്രതിഫലമോ നൽകുന്ന അല്ലാഹു തആല നമ്മളെന്താ ഓർക്കാത്തത്? അപ്പോൾ നമ്മൾ ഈ കുട്ടിയെ ആണ് നമ്മൾ നമ്പുന്നത്. ഒരു ഉദാഹരണം പറയാണ്,
അങ്ങനെ എനിക്ക് വലിപ്പത്തിൽ അസുഖമായി കിടക്കുമ്പോൾ മരുന്നെടുത്തിരുന്ന ഒരു കുട്ടി ഉണ്ടാക്കണേ എന്ന് നമ്മൾ പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും ക്ലാസ്സുകൾ സൂചിപ്പിക്കാറുള്ളത് പോലെ അവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, എനിക്ക് വയസ്സാവണം, അങ്ങനെ ഞാൻ രോഗിയായി കിടക്കണം, ആരും പരസഹായമില്ലാതെ നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കിടക്കാൻ പറ്റാത്ത അത്രയും അവസ്ഥയിൽ ഞാൻ രോഗിയായി കിടക്കണം. അങ്ങനെ രോഗിയായി കിടക്കുമ്പോൾ എനിക്ക് മരുന്നെടുത്തിരാൻ ഒരു മകൻ വേണം. അങ്ങനെയൊക്കെയല്ലേ ഇപ്പം അതിൻ്റെ അർത്ഥം. രോഗിയായി കിടക്കാൻ ആഗ്രഹിക്കണം എന്നൊക്കെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഉള്ളിലൂടെ അല്ല, പറയാതെ പറയുന്നത് അതല്ലേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അള്ളാഹുവിനെ ആശ്രയിക്കുക. മക്കളെ തരുന്നത് ആഖിറത്തിൽ ഇങ്ങനെ സ്വർഗത്തിലേക്ക് നബിൻ്റെ ഉമ്മത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം വരി നിൽക്കുമ്പോൾ അതിൽ എൻ്റേതായിട്ട് കുറച്ചെണ്ണം വേണ്ടേ, ആ രൂപത്തിലാണ് മക്കളുണ്ടാവേണ്ടത്, അല്ലാതെ വലുപ്പത്തിൽ മരുന്നെടുത്ത് തരാനൊന്നുമല്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു നിയ്യത്ത് വെച്ചാൽ ഒരൊറ്റ ഒന്നുണ്ടായാൽ മതി, എല്ലാറ്റിനും ആ മകൻ ദുനിയാവിൽ ഉപകരിക്കുകയും ചെയ്യും. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആഖിറം ലക്ഷ്യമാക്കി മക്കളെ നിങ്ങൾ വളർത്തിയാൽ ആ മക്കൾ ആ ഒരു നീയത്ത് കൊണ്ട് ദുനിയാവിൽ ഉപകരിക്കും. ഇനി കുറേ എണ്ണം വേണമെന്നില്ല, ഒരൊറ്റ ഒന്നും മതി. 10 മക്കളുണ്ടായാലും തിരിഞ്ഞു നോക്കാത്ത എത്ര വാപ്പാരുണ്ട് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നതല്ലേ. സുബ്ഹാനല്ലാഹ്. പിന്നെ ചിലർ ആൺകുട്ടികൾ മാത്രം, ആൺകുട്ടികളുണ്ടായാലും ഓരോ തിരിഞ്ഞു നോക്കുള്ളൂ, പെൺകുട്ടികളൊക്കെ ഓരോ കെട്ടിച്ചു പറഞ്ഞാലും തിരിച്ചാണ്, അനുഭവങ്ങൾ തിരിച്ചാണ്. ആ മക്കൾ ഓരോ തിരക്കും ഓരോ ഇതായിട്ട് ഒരു പോകും, നോക്കാൻ പെൺമക്കളെ ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്മാരോരോ കാഴ്ചപ്പാടുകൾ. ചില ആളുകളോട് മക്കൾ എത്ര ആളുണ്ടെന്ന് വെച്ചാൽ പെൺകുട്ടികളാണ്, എത്ര പെൺകുട്ടികൾ, 3 പെൺകുട്ടികളുണ്ട്. 3 പെൺകുട്ടികളോ സാരല്ല കേട്ടോ എന്ന് പറയും. അവിടുന്ന് ഇങ്ങോട്ട് ഇയാളെ സമാധാനിപ്പിക്കുക. എന്ത് സമാധാനിപ്പിക്കുക? എന്താ അപ്പം അതിൻ്റെ അർത്ഥം? മനുഷ്യൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാലോചിക്കണം. സാരല്ല, ഇൻഷാ അല്ലാഹ് ശരിയായിക്കോളും. എന്ത് 3 പെൺമക്കളുണ്ടായിട്ട് എന്തിനാ ഇയാളെ സമാധാനിപ്പിക്കണം? കൺഗ്രാജുലേഷൻസ് പറയല്ലേ വേണ്ടത്, സ്വർഗത്തിലേക്കുള്ള വഴിയല്ലേ, നരകത്തെ തടുക്കാനല്ല പെൺമക്കളെ നേരെ വളർത്തിയാൽ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മളെ സമൂഹത്തിൻ്റെ തെറ്റായ ഒരു കാഴ്ചപ്പാടുകൾ ആലോചിച്ച് നോക്കുക. യാ അല്ലാഹ്, രണ്ടും അള്ളാഹുവിൻ്റെ നിഅമത്താണ്. ആൺമക്കളും പെൺമക്കളൊക്കെ അള്ളാഹുവിൻ്റെ നിഅമത്താണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, ദുനിയാവിലെ അലങ്കാരങ്ങളാണ്. ആഖിറം നിയ്യത്ത് വെച്ചാൽ അവരെ കൊണ്ടൊക്കെ ദുനിയാവിൽ ആഖിറത്ത് ഉപകരിക്കും, നല്ല രൂപത്തിൽ പഠിപ്പിക്കുകയും ചെയ്താൽ. ഏതായാലും ആട്ടെ. അപ്പോൾ അള്ളാഹു അല്ലാത്ത മറ്റെന്തിനേയും ആശ്രയിക്കുന്ന സ്വഭാവം നമ്മൾ വെടിയണം. റബ്ബിലേക്ക് പരിപൂർണമായി നമ്മൾ തവക്കുൽ ചെയ്യണം. ഇതിന് പ്രത്യക്ഷമായ അർത്ഥം ബിംബങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു, ബിംബാരാധനയാണ് എന്ന് പറഞ്ഞു. ആന്തരികമായ ഒരുപാട് അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇവിടെ റുജ്സ് എന്ന് പറഞ്ഞാൽ അൽ ഇസ്മു, അത് തെറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം, കുറ്റം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായും ഒഴിവാക്കേണ്ട സംഗതികൾ. ഇസ്മ് ഉദ്വാന് 2 എണ്ണം ഉണ്ട്. ഇസ്മ് കുറ്റം, പിന്നെ ഉദ്വാന് അതും കുറ്റം തന്നെയാണ്, പക്ഷെ അതിക്രമം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാം. ഈ രണ്ടും ഒഴിവാക്കണം എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ഇസ്മ് എന്നാൽ മഅസിയത്തുൻ ഫീമാ ബൈനക വ ബൈനല്ലാഹി, നിന്റെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള തെറ്റ്. വൽ ഉദ്വാൻ എന്ന് പറഞ്ഞാലോ മഅസിയത്തുൻ ഫീമാ ബൈനക വ ബൈനൽ ഇബാദി, നിന്റെയും അടിമകളുടെയും ഇടയിലുള്ള തെറ്റ്. അപ്പം ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ അയാളെ കുറ്റക്കാരനാണ്, പക്ഷേ ആ നിസ്കാരം അള്ളാഹുവും അയാളും തമ്മിലുള്ള കുറ്റമാണത്, നിസ്കാരം ഒഴിവാക്കുക എന്നത്. ഒരാളെ ഹറാമിലേക്ക് കണ്ണു നോക്കി അയാൾ കുറ്റക്കാരനാണ്, പക്ഷേ അത് അള്ളാഹുവും അയാളും തമ്മിലുള്ള കുറ്റമാണ്. അതേസമയം വേറെ ആളുടെ സ്വത്ത് തിന്നു, അതിക്രമമായി ആ സ്വത്ത് പിടിച്ചെടുത്തു, അന്യൻ്റെ മുതൽ പിടിച്ചെടുത്തു, അല്ലെങ്കിൽ അത് അനുഭവിച്ചു, വേറെ ആളെ പൊരുത്തല്ലാതെ അത് ചെയ്തു, അല്ലെങ്കിൽ മറ്റുള്ള ഗൈബത്ത് പറഞ്ഞു, അപ്പം ഈ കുറ്റം അള്ളാഹുമായിട്ടല്ല ബന്ധിക്കുന്നത്, അള്ളാഹുമായിട്ടല്ല, അത് മഖ്ലൂഖ്യങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇസ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളും തമ്മിലുള്ള ആ ബന്ധത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ. മറ്റത് ഉദ്വാൻ എന്ന് പറഞ്ഞാൽ പിന്നെ സൃഷ്ടികളും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും റമദാൻ വരുമ്പോൾ, അതല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഉംറക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ എന്താണ് പറയുക, ഇതിൻ്റെയൊക്കെ കൂലികൾ പറയുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടാവും, റമദാൻ മാസം മുഴുവൻ നോമ്പ് നോറ്റാൽ അല്ലാഹു തആല എല്ലാ തെറ്റുകളും പുറത്തു തരും, മുൻ കഴിഞ്ഞതും വരാനുള്ളത് നമുക്ക് ഇഹ്തിസാബൻ റമദാൻ നോമ്പ് നോറ്റാൽ എന്നൊക്കെ പറഞ്ഞിട്ട് വാദങ്ങളൊക്കെ കേൾക്കും നമ്മൾ. അപ്പോൾ അവിടെ മനസ്സിലാക്കണം, എല്ലാ തെറ്റും അതിൽ പെടൂല, അള്ളാഹുവിൻ്റെയും നമ്മളുടെയും ഇടയിലുള്ള തെറ്റുകളാണ് അതിൽ പെടുന്നത്. തൗബ ആവശ്യമില്ലാത്ത തെറ്റുകൾ, തൗബ ആവശ്യമുള്ള തൗബ തന്നെ ചെയ്യണം. അള്ളാഹുവിൻ്റെ ഭാഗത്ത് അള്ളാഹുവിൻ്റെ നമ്മുടെ ഇടയിലുള്ള തെറ്റുകൾ അങ്ങനെ അല്ലാഹു തആല നമുക്ക് പുറത്തു തരും, സൽക്കർമ്മങ്ങൾ കൊണ്ട് പുറത്തു തരും. പക്ഷേ അടിമകളുടെയും നമ്മുടെയും ഇടയിലുള്ള തെറ്റുകളോ, അത് 2 അവസ്ഥകൾ, 2 കണ്ടീഷൻ അതിന് നിർബന്ധമാണ് പൊറുക്കപ്പെടാൻ. ഒന്നെങ്കിൽ പൊരുത്തപ്പെടണം, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യണം. അപ്പോൾ നമ്മളെ ഹജ്ജിന് പോയി നോക്കുക, അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ, ആമീൻ. നല്ല മബ്രൂർ ഹജ്ജൊക്കെ നൽകി ഒക്കെ ചെയ്ത് റാഹത്തായി തിരിച്ചു വരാണ്, അല്ലാഹു തആല നമുക്ക് പുറത്തു തരും. അള്ളാഹു നമ്മളും തമ്മിലുള്ള കാര്യങ്ങൾ പുറത്തു വരും. അടിമകളും നമ്മളും തമ്മിലുള്ള അവിടെ തന്നെ നിൽക്കും, അത് പൊറുക്കൂല എന്നാ.
പോകുമ്പോൾ പൊരുത്ത പിടിപ്പിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ അവിടെ അതിനുള്ള കണ്ടീഷനിൽ ഒന്ന് മുസാമഹത്താണ്, പൊരുത്തപ്പെടിക്കുക എന്നത്, പൊരുത്തപ്പെടിപ്പിക്കുക. അല്ലെങ്കിൽ അൽ അദാഉ, അത് നിർവഹിച്ചു കൊടുക്കുക. അപ്പോൾ ഒരാൾക്ക് കൊടുക്കാനുള്ള ഹക്കാണെങ്കിൽ ആ ഹക്ക് കൊടുത്തു വിട്ട് അല്ലെങ്കിൽ പൊരുത്തപ്പെടിപ്പിക്കുക. ഈ രണ്ട് കണ്ടീഷൻ അടിമകളുമായി ബന്ധപ്പെട്ട തെറ്റുകൾ പൊറുക്കപ്പെടാൻ നിർബന്ധമാണ്. ഒന്ന് അതാണ് കൊടുത്തു വീട്ടുക, അല്ലെങ്കിൽ അത് പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കുക. 100 പേർക്ക് കൊടുക്കാണ്ട് അതാണ് കൊടുത്തു വീട്ടുക. അതല്ലെങ്കിൽ സാറില്ല കേട്ടോ, ഞാൻ തരാൻ തരാൻ മറ്റുള്ള സാറില്ല ഇനി തരണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അയാളത് വിട്ടുവീഴ്ച ചെയ്ത് തരാം. ഗീബത്ത് പറഞ്ഞാൽ പൊരുത്തപ്പെടിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇതാണ് ഈ രണ്ട് തെറ്റുകളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പിന്നെ പല സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലങ്ങൾ പറയുമ്പോൾ തെറ്റുകളൊക്കെ മുൻകഴിഞ്ഞതും വരാനുള്ളതൊക്കെ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ എല്ലാ മഅസിയത്തും തെറ്റുകളും നമ്മൾ ഉപേക്ഷിക്കുക. അള്ളാഹുവിൽ നിന്നും നമ്മളെ അകലത്തിലാക്കുന്ന, റബ്ബിൽ നിന്നും നമ്മളെ ദൂരത്താക്കുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മൾ എന്താക്കണം? മാറി നിൽക്കണം. നമ്മൾ അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ലക്ഷ്യം അള്ളാഹു മാത്രമാണ്. നമ്മുടെ മെയിൻ ഗോൾ അള്ളാഹുവാണ്. അള്ളാഹു നമുക്ക് തരുന്ന അള്ളാഹുവിൻ്റെ ദർശനമാണ് സ്വർഗത്തിൽ വെച്ച്. അപ്പോൾ അതിലേക്ക് നമ്മളെ എന്തൊക്കെ എത്തിക്കും അത് മാത്രം ചെയ്യുക. അതിൽ നിന്ന് എന്തൊക്കെ നമ്മൾ വഴി മാറ്റുമോ അത് ഒഴിവാക്കും ചെയ്യുക. ഇതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. അള്ളാഹ്ക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നർത്ഥം. അപ്പോൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരം റബ്ബിലേക്ക് അടുക്കുന്ന സംസാരമാകണം. ഒരു മുസ്ലിമെ നമ്മൾ ഉപദേശിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ വജഹ് വെച്ച് അങ്ങനെയുള്ളൊരു ഉപദേശമാകണം. അവനെ കളിയാക്കാനോ വഷളാക്കാനാവാൻ പാടില്ല. ഖുർആൻ നമ്മൾ ഓതുകയാണെങ്കിൽ അതിലൂടെ അള്ളാഹുലേക്ക് അടുക്കുന്ന ഖുർആൻ ഓത്താവണം. വെറുതെ ഇങ്ങനെ ഓതിപ്പോയിട്ട് ഖത്മുകൾ തീർത്തിട്ട് കാര്യമില്ല. ലൈഫായ, ബലഹീനനായ, അനാഥനായ ഒരാളെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ, വിശപ്പുള്ള ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ, യതീമായ ഒരാളെ പരിപാലിക്കുകയാണെങ്കിൽ, വിധവയായ ഒരാളെ നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന് വേണ്ടി നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ, നിസ്കരിക്കുകയാണെങ്കിൽ, നോമ്പ് നോക്കുകയാണെങ്കിൽ, ഇൽമ പഠിക്കുകയാണെങ്കിൽ, ഇൽമ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഖുർആൻ ഓതുകയാണെങ്കിൽ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന അമലുകളും റബ്ബിലേക്ക് അടുക്കാനുള്ള വഴികളാക്കി മാറ്റുക. മനസ്സിലാണ്ടോ? ഇതൊന്നും വെറുതെ അങ്ങോട്ട് ചെയ്ത് പോകരുത്. ഒരു ചെറിയ നോട്ടം പോലും അള്ളാഹുവിൽ നിന്ന് നമ്മളെ വഴിതിരിക്കും എന്ന് നമുക്കറിയാലോ. ഹറാമ് കണ്ടാൽ ആദ്യത്തെ കാഴ്ച ശരി, അത് നമുക്ക് മാപ്പ് ചെയ്യപ്പെട്ടതാണ്. അത് പിന്നെ അതിനെ തന്നെ നോക്കരുത്. രണ്ടാമത്തെ നോട്ടം അല്ലേ? രണ്ടാമത്തെ നോട്ടം നമുക്ക് ഹലാലല്ല. അറിയാതെ കണ്ണിൽ നിന്ന് പെട്ടുപോകുന്ന ഒരു സംഗതി നമ്മൾ മനഃപൂർവ്വമല്ല നോക്കുമ്പോൾ കണ്ണിൽ ഇങ്ങനെ പെട്ടുപോകല്ലോ. അപ്പം അങ്ങനെ അങ്ങടിക്ക് നടക്കുമ്പോൾ പലവും പെട്ടെന്ന് കണ്ടുപോകും. ഉടനെ കണ്ണ് താഴ്ച പിന്നെ അങ്ങനെ നോക്കായിരിക്കും. അതെ. അപ്പോൾ പിന്നെ ചെറിയൊരു ചിരിയാണെങ്കിൽ പോലും അത് സദഖയാണെന്ന് നമുക്കറിയാം. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മൾ ചെയ്യുക. പറയുന്ന വാക്കുകൾ സൂക്ഷിക്കുക. നമ്മൾ ചിലപ്പോൾ പറയുന്നത് വളരെ ചെറിയ സംഗതികളായിരിക്കും, പക്ഷേ അതിൻ്റെ ഫലം വളരെ വലുതായിരിക്കും. ഫലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം വളരെ വലുതായിരിക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, ആയിഷ ബീവി എന്തോന്ന് പറഞ്ഞപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പം പറഞ്ഞ വാക്കില്ലേ അത് കടലിലെ മുഴുവൻ വെള്ളവുമായി ഇങ്ങോട്ട് കൂട്ടിച്ചേർത്താൽ ആ കടലിലെ വെള്ളത്തെ നീ പറഞ്ഞ വാക്ക് മോശമാക്കും. ആ വെള്ളം മുഴുവൻ മോശമാവും. യാ ആയിഷ ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമിയാഹിൽ ബഹരി ലഅഫ്സദത്ഹു. ഇൻഷാ അല്ലാഹ് ഇതെന്താണ് സംഭവം എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.